കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട തെയ്യമാണ് മുത്തപ്പൻ. മക്കളില്ലാതെ വിഷമിച്ച അടിയുറച്ച ശിവഭക്തിയായ പാടിക്കുട്ടി അമ്മയ്ക്കും മന്നനാർ രാജാവിനും ലഭിച്ച കുട്ടിയാണ് പിൻകാലത്ത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം മുത്തപ്പൻ. മുത്തപ്പനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് തിരുവപ്പനും. മുത്തപ്പനെയും തിരുവപ്പനെയും കുറിച്ച് വ്യത്യസ്തമായ വിശദീകരണങ്ങൾ ലഭ്യമാണെങ്കിലും പൊതുവായി കണക്കാക്കപ്പെടുന്ന വിശ്വാസം അയ്യങ്കര ഇല്ലത്ത് വാഴുന്നവൾ വളർത്തിയ കുട്ടിയെ തിരുവപ്പന എന്നും അദ്ദേഹത്തിന്റെ യാത്രക്കിടയിൽ ലഭിച്ച ശൈവാംശമുള്ള ചങ്ങാതിയാണ് മുത്തപ്പൻ എന്നുമാണ് വിശ്വാസം. തേടുവാനും തെളിപ്പവാനും മൂടുമ്പായും കുത്തി ഏമത്താൽ കുലേറപ്പോരല്ലോ ഇന്ന് കുന്നത്തൂരാകുന്ന മാമതമ്മ ചെന്നു പട്ടം ചൂടി മുടി കമിച്ചാടും വിരളിമല മുത്തപ്പൻ തിരുവപ്പനി ഇരുന്നു വാഴ്ചയും മുത്തപ്പൻ വെള്ളാട്ടത്തിനും നടന്നു വാഴ്ചയുമാണ് പദ്യം. അയ്യങ്കര ഇല്ലത്തെ നാടുവഴിക്ക് കുട്ടികളില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നി പാടിക്കുട്ടി അമ്മ നല്ലൊരു ശിവഭക്തിയായിരുന്നു. ശിവന് ബലിയായി അവർ പലതും അർപ്പിച്ചു. ഒരു ദിവസം സ്വപ്നത്തിൽ പാടിക്കുട്ടി അമ്മ ശിവനെ കണ്ടു. പിറ്റേ ദിവസം അടുത്തുള്ള ഒരു അരുവിയിൽ കുളിച്ചുകയറി വരവേ അവർ ഒരു കുഞ്ഞ് പൂമെത്തയിൽ കിടക്കുന്നത് കണ്ടു. കുട്ടിയെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർ സ്വന്തം മകനെ പോലെ വളർത്തി തുടങ്ങി. ഈ കുട്ടിയെ ഇവരുടെ മനക്കടുത്തുള്ള കാട്ടിലെ അമ്പും വില്ലുമെടുത്ത് വേട്ടയ്ക്ക് പോകുന്നത് പതിവായിരുന്നു. ഒരു ദിവസം കുട്ടി അവന്റെ മാതാപിതാക്കളുടെ അടുത്തെത്തി അമ്പും വില്ലുമെടുത്ത് തീക്കണ്ണുകളോടെ തന്റെ വിശ്വരൂപം കാണിച്ചു. മാതാപിതാക്കൾക്ക് ഇതൊരു സാധാരണ കുട്ടിയല്ലെന്നും ദൈവമാണെന്നും മനസ്സിലായി. അവർ മുത്തപ്പന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ചു. മുത്തപ്പൻ അവരെ അനുഗ്രഹിച്ചു. ഇതിനുശേഷം മുത്തപ്പൻ അയ്യങ്കരയിലേക്ക് യാത്രയായി. പക്ഷേ കുന്നത്തൂരിന്റെ പ്രകൃതി സൗന്ദര്യം കണ്ട് മുത്തപ്പൻ അവിടെ തന്നെ തങ്ങുവാൻ തീരുമാനിച്ചു. പനമരങ്ങളിലെ കള്ള് മുത്തപ്പന് ഇഷ്ടമായിരുന്നു. ചന്ദൻ എന്ന കള്ളുചെത്തുകാരൻ തന്റെ പനമരങ്ങളിൽ നിന്നും എന്നും രാത്രി കള്ള് മോഷണം പോകുന്നതായി കണ്ടുപിടിച്ചു. അങ്ങനെ പനകൾക്ക് കാവൽ കിടക്കുവാൻ ചന്ദൻ തീരുമാനിച്ചു. അങ്ങനെ കാവൽ കിടക്കവേ ഒരു വൃദ്ധൻ പനയിൽ നിന്ന് തന്റെ കള്ള് മോഷ്ടിക്കുന്നതായി ചന്ദൻ കണ്ടുപിടിച്ചു. തന്റെ അമ്പും വില്ലുമെടുത്ത് ഈ വൃദ്ധനെ പനമരത്തിൽ നിന്ന് എതിരാൻ ചന്ദൻ തീരുമാനിച്ചു. അമ്പ് തൊടുക്കവേ ചന്ദൻ ബോധരഹിതനായി നിലത്ത് വീണു. ഭർത്താവിനെ തിരക്കി വന്ന ചന്ദന്റെ ഭാര്യ അദ്ദേഹം ബോധരഹിതനായി നിലത്ത് കിടക്കുന്നത് കണ്ട് നിലവിളിച്ചു. മുകളിലേക്ക് നോക്കി അവർ മരത്തിൽ മുകളിൽ വൃദ്ധനെ കണ്ട് ഒരു അപ്പൂപ്പനെ എന്ന പോലെ മുത്തപ്പ എന്ന് വിളിച്ചു. ദൈവത്തോട് തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ അവർ പ്രാർത്ഥിച്ചു. പിന്നാലെ അവരുടെ ഭർത്താവിന് ബോധം തിരിച്ചു വന്നു. അവർ മുത്തപ്പന് പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂളും ചുട്ടമീനും കള്ളും നൈവേദ്യമായി അർപ്പിച്ചു. മുത്തപ്പന്റെ അനുഗ്രഹത്തിനായി അവർ അഭ്യർത്ഥിച്ചു. ചന്ദന്റെ ആഗ്രഹമനുസരിച്ച് മുത്തപ്പൻ കുന്നത്തൂർ തന്റെ ഭവനമായി തിരഞ്ഞെടുത്തു. ഇതാണ് പ്രശസ്തമായ കുന്നത്തൂർ പാടി. കുന്നത്തൂരിൽ ഏതാനും വർഷങ്ങൾ താമസിച്ച മുത്തപ്പൻ തന്റെ അവതാരത്തിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിനായി കൂടുതൽ അനുയോജ്യമായ ഒരിടത്തേക്ക് മാറുവാൻ തീരുമാനിച്ചു. കുന്നത്തൂർ പാടിയിൽ നിന്ന് ആകാശത്തേക്ക് മുത്തപ്പൻ ഒരു അമ്പ് തൊടുത്തുവിട്ടു. ഈ അമ്പ് പറശ്ശിനിക്കടവിൽ വന്നു വീണു. ഇവിടെയാണ് പ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം.